ചത്താവല്ലോടാ കക്ഷി. കുഴപ്പമില്ല ഒരു പിടി. ചത്താലും അവൻ ഭാഗ്യവാനാ. ഒരുത്തിനെ കൊന്നേച്ചെന്നല്ലോ എന്നതാ പുഷ്പം പോലെ ഇറങ്ങി നടക്കാലോ. പോലീസും കോടതിയൊക്കെ വിലക്കെടുക്കാനുള്ള കാശ് കൈയുണ്ടെങ്കിൽ അല്ലേടാ. അയ്യോ കണ്ണീര് ഹലോ അങ്ങനെ പോയാലെങ്ങനെ നിക്ക് നടക്കൊന്ന് പരിചയപ്പെടട്ടെ. ഞാൻ കൊണ്ടുവിടാം. പുറത്തിറങ്ങി നടക്കണം, ധൈര്യമായി പബ്ലിക്കിനെ ഫേസ് ചെയ്യണം എന്നൊക്കെ ഉപദേശിച്ച് ഞാൻ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്നു പെട്ടതോർത്ത് അപർണയ്ക്കിപ്പോ ഉള്ളിൽ ചിരിയായിരിക്കും അല്ലേ? ചിരിയൊക്കെ എന്നെയും മറന്നു കഴിഞ്ഞു. കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഒക്കെ കേട്ട് മനസ്സിന് നല്ല ശീലമായി. അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചോന്ന് ശരി, എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് വിചാരിച്ചേക്കൂ. ഇവരുടെ മുന്നിൽ തന്നെ ജയിച്ച് കാണിക്കുമെന്ന ഒരു ചലഞ്ചിങ് സ്പിരിറ്റ് അതുണ്ടാവണം, അത്രേ ഉള്ളൂ. ജയിച്ചു കാണിക്കാനും തോൽപ്പിക്കാനും ഒന്നും ഞാനില്ല. ശാപം കിട്ടിയ ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അത് മാത്രമാണ് ഇപ്പോഴെന്റെ പ്രാർത്ഥന. ആഹാ, കേസിന്റെ തലയും വാലും തിരിച്ചെടുക്കാതെ അങ്ങനെ എങ്ങോട്ടെങ്കിലും സ്ഥലം വിടാൻ ഞങ്ങൾ അനുവദിക്കുമെന്നാണോ വിചാരം? നാട് വിടാനല്ലേ വേണ്ടു നിങ്ങളുടെ സമ്മതം. എന്നേക്കുമായി ഈ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ. വേണം, നിയമത്തിന്റെ അല്ല, പാവ ഒരു നിയമപാലകനായ ഈ രവിരാമകൃഷ്ണന്റെ. സി അപർണ, ഡോണ്ട് ജംപ് ഇൻ യുവർ ഓൺ ഡിസിഷൻസ്. എന്ത് തീരുമാനം എടുക്കും മുമ്പ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് മാത്രം ഓർക്കുക. തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾ. ബഷീറെ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി ഇവിടെ ഉള്ളവര് തമിഴ്നാട്ടിൽ ഏത് ഹോസ്പിറ്റലാണ് സ്ഥിരമായി പോകുന്നത്? അറിയില്ല സാർ, അങ്ങനെ ആര് പോവാനാ? ബഷീർ, വണ്ടി എടു. എന്താ പറ്റിക്കാത്ത? എനിക്കൊന്നും അറിയില്ല സാർ, ഒന്നും അറിയില്ല. മാറേക്ക്. കള്ള നമ്പറാണ് സാർ, ചേസസ് നമ്പർ മാറ്റമുണ്ട്. ഇമ്മീഡിയറ്റ് ആർടി ഓഫീസ് കോൺടാക്ട് ചെയ്യും. പരമാണുവിനേക്കാൾ നിസ്സാരണ താൻ എന്ന തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും പരമമായ അറിവ്. കോടികളുടെ വിലയുള്ള മനുഷ്യരീരത്തിന്റെ സൂക്ഷ്മ ചൈതന്യം കൊണ്ട് ഈ അണ്ടകടാകത്തെ അളക്കാൻ ശ്രമിക്കുന്നത് മഹാസമുദ്രത്തെ കൈക്കുമ്പിളിലാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യം. ഈശ്വരോ രക്ഷതു. സന്തോഷം കുഞ്ഞെ, നവജീവനിലേക്ക് സ്വാഗതം. നവജീവൻ. നാടിനും വീടിനും താങ്ങും തണലുമാകേണ്ട യുവത്വങ്ങളെ ആത്മഹത്യയിലേക്കും ഭ്രാന്തമായ ഉന്മാദത്തിലേക്കും തള്ളിവിട്ട് കോടികൾ കൊയ്തു കൂട്ടുന്ന മയക്കുമരുന്ന് മാഫിയ. എന്തായി പറയുന്നേ? കുഞ്ഞെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സത്യമെന്തെന്നറിയാതെ അകാരണമായി ക്ഷോഭിക്കുന്നു. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം ഗുരുവേ. ഇപ്പൊ ആ തൃക്കൈകളും നീട്ടി ഈ കയ്യാമണി വേദ്യം സ്വീകരിക്കാൻ തിരുവുള്ളമുണ്ടാകണം. What the hell is going on here? Remove the handcuffs. Sir, this guy... None of your stupid explanations. മയക്കുമരുന്നുമായി പിടികൂടിയ ആംബുലൻസ് മാധവജിയാണ് തീർത്തും അറിയുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ വിലങ്ങെടുത്തിറങ്ങിയ താൻ ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് ചോദിച്ചോ? ഈ ആംബുലൻസ് മോഷണം പോയിന്ന് മാധവജി നേരിട്ട് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിട്ട് മാസം 6 കഴിഞ്ഞു സാർ. ഈ വക ഏടാകൂട്ടത്തിലൊക്കെ ഞാൻ ചാടുന്നതിന് മുമ്പ് സബോർഡിനേറ്റ്സ് ആണെങ്കിലും നാട്ടുകാരായ ഞങ്ങളോടും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്ത് കൂടെ സാർ? അല്ല, സാറിന്റെ ക്രെഡിറ്റ് ഞങ്ങളാരും തട്ടിയെടുക്കാൻ പോണില്ല. നവജീവന്റെയും ഓഷ്യൻ ഹാർവസ്റ്റിന്റെയും റെപ്യൂട്ടേഷൻ എനിക്ക് അറിയില്ല. ക്ഷമിക്കണം മാധവജി, അയാളുടെ പരിചയക്കുറോണ്ട് പറ്റിപ്പോര അബദ്ധമാ. അയ്യോ, ഇതിലെന്താ ഇത്ര ക്ഷമിക്കാൻ? കുറ്റവാളി ആരായാലും
മുഖം നോക്കാൻ നടപടിയെടുക്കാനുള്ള ഇയാളുടെ ആ ചുരിയുർക്കും തന്നെയിടവും സമ്മതിക്കണം. ആ ഇതൊന്നും കാര്യമാക്കണ്ട. ഇവിടുത്തെ വലിയ വലിയ സാറന്മാര് മാസങ്ങളോളം വിചാരിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസിനെ കുഞ്ഞു തുമ്മുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ നൂലാമാലകളും തീർത്ത് വണ്ടിയൊന്ന് വേഗം വിട്ടുകിട്ടിയിരുന്നെങ്കിൽ ഇവിടുത്തെ അനാഥ കുഞ്ഞുങ്ങൾക്കും പാവങ്ങൾക്കും അത് പ്രയോജനപ്പെട്ടേനെ. നന്നായി വരട്ടെ. ഈശ്വരോ രക്ഷ. പോട്ടിച്ചായ വേദന കുറയാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷനോ? ആ. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാവുന്നു. എന്റെ കാര്യത്തെ കുറിച്ച് എനിക്കൊരു ടെൻഷനും ഇല്ല. പക്ഷെ ആനി ഇനിയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ചായ. മുഖത്ത് നോക്കി രണ്ട് പറയണം. പറയുകയല്ല, പറ്റുമെങ്കിൽ ചെരുപ്പോരി രണ്ട് പൊട്ടിക്കാ വേണ്ടേ? വേണ്ട ആനി. എപ്പോഴാ അവന്റെ മട്ടും ഭാവവും മാറുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മതവിളകി ആനെ പോലെ അവൻ എന്നെ കൊല്ലാൻ ചിഹ്നം വിളിച്ച് നിൽക്കുക. എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഞാൻ ഇപ്പൊ വരാം. ആനി ഹലോ. നിങ്ങൾക്ക് ഭ്രാന്താണെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം മിസ്റ്റർ. അല്ലാതെ എന്റെ പാവം ഭർത്താവിന്റെ നേരെ. ഞാനും നിങ്ങളുമായുള്ള എല്ലാ ബന്ധം അറിഞ്ഞുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ആ പാവം മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഇങ്ങനെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ. എന്റെ വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും പങ്കുപറ്റി അക്ഷരാർത്ഥത്തിൽ ഒരഭയാർത്ഥിയെ പോലെ തന്നെ എന്റെ മുറിയിൽ കഴിഞ്ഞുകൂടിയവൻ. അവൻ ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച അതേ പെൺകുട്ടിയെ തന്നെ ആശിച്ചു പോയത് ഒരുപക്ഷെ വിധിയുടെ വിളയാട്ടമാവാം. എന്നിട്ട് ബെറ്റ് വെച്ച് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായേ? എന്തുണ്ടാകാനാ? പിറ്റേന്ന് എന്നും ഉള്ളതുപോലെ അവന്റെ പതിവ് ക്ഷമാപ്രകടനം. ഞാൻ ഇന്നലെ കുറെ ഓവറായിരുന്നു, ലെക്കില്ലാതെ വായിൽ തോന്നി ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു, നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരു കാലുപിടുത്തവും സെന്റിമെന്റ്സും. പക്ഷേ പതിയെ പതിയെ അവനാകെ മാറുകയായിരുന്നു. ചിരിച്ചും ചിരിപ്പിച്ചും ക്യാമ്പസ് മുഴുക്കൻ നടന്നിരുന്ന കോര തീർത്തും മൗനിയായി മാറി. റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ ഏതു നേരവും അടച്ചുപൂട്ടിയിരിക്കാൻ തുടങ്ങി. എല്ലാരെക്കാളും മുൻപേ ഇതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഞാൻ തന്നെയായിരുന്നു. നിനക്ക് എന്ത് പറ്റി? എന്താ എന്താ നിനക്ക് പറ്റിയേ? വേണ്ട, കെട്ടഴിക്കണ്ട. ഇനി എപ്പോഴാണ് ഞാൻ വയലന്റ് ആവുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. ഇപ്പൊ തന്നെ സ്വന്തം സഹോദരനെ പോലെ എന്നെ നോക്കിയ നിന്നെ. എന്താ കോരയത്? നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഒരുമാതിരി കൊച്ചു പിള്ളേരാണ്. കുടിക്ക. എല്ലാം നിന്റെ തോന്നല. ആകെ കുഴപ്പ. എന്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചില നേരത്ത് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. വെളിച്ചം കണ്ട, അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും കണ്ട, നിസ്സാര കാര്യം മതി, ഞാനല്ലാതാവും. എനിക്കറിയാം, എനിക്ക് ഭ്രാന്ത. ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കണ്ട് 10 മിനിറ്റ് ഒരു കൗൺസിലിംഗ്, അത്രേ ഉള്ളൂ. എന്റെ ഈ രോഗത്തെ കുറിച്ച് ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഓക്കെ, ആരും അറിയരുത്, അത്രയല്ലേ ഉള്ളൂ. എന്നെയും നിന്നെയും ആരും തിരിച്ചറിയാത്തൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു, നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നു.
നമ്പർ 32 ആരാണ്? യെസ്, ഞാൻ കയറി കണ്ടോളാം. ഞാൻ കൂടെ വരാൻ. അതുകൊണ്ടല്ല രവി, നിന്നോട് പോലും തുറന്നു പറയാൻ മടിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഒറ്റയ്ക്കാവുമ്പോൾ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാമല്ലോ, അതുകൊണ്ടാ. എന്നാലും ഞാനും കൂടെ. വേണ്ട, ഈ ബാഗ് വെച്ചോളൂ. സമൂഹത്തെ ഫേസ് ചെയ്യാൻ മടിച്ച് സ്വയം ഉൾവലിഞ്ഞ് മൗനിയാവുക. പ്രകാശത്തോടും ചില പ്രത്യേക നിറങ്ങളോടുമൊക്കെയുള്ള അകാരണമായ ഭയം. നിസ്സാര പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഏറെ ഇഷ്ടമുള്ളവരെ മാത്രം കൊലപ്പെടുത്തുവാനുള്ള ടെൻഡൻസി, സത്യത്തിൽ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടുള്ള വെറും തോന്നലുകളാണ്. അല്ല ഡോക്ടർ, ഇതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു രോഗമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, അവളാണിപ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെയാണ് ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കുക? എന്ത് വിശ്വസിച്ചാണ് താലി കെട്ടി ഞാൻ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക? പുതുമണം മാറാത്ത മന്ത്രകോടി കൊണ്ട് കഴുത്ത് മുറുക്കി ഞാൻ അവളെ കൊല്ലില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഭയത്തിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ ഒരു സാധ്യത കൂടുതലാണെന്ന് ഇയാൾ തന്നെ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ there are only two options. ഒന്നുകിൽ പെൺകുട്ടിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുക, അല്ലെങ്കിൽ വിവാഹം കഴിയുന്നത്ര നീട്ടിവെക്കൂ. എന്ത് പറഞ്ഞാലും അവൾ സമ്മതിക്കില്ല, വിശ്വസിക്കില്ല. പിന്നെ എനിക്കിങ്ങനെ ഒരു രോഗം ഉണ്ടെന്നുള്ളത് അവളോട് തുറന്നു പറയാനുള്ള ധൈര്യവും എനിക്കില്ല. അവളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. ആ സ്നേഹം തന്നെയാണ് അവളുടെ ജീവൻ ഏറ്റവും വലിയ ഭീഷണി. ഒന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാനൂ, എങ്ങനെയെങ്കിലും അവൾ എന്നെ മറക്കാനും വെറുക്കാനും തയ്യാറാവുക. അത് മാത്രമാണ് എന്റെ പ്രതീക്ഷ. ഡോണ്ട് വറി, ബി സ്ട്രിക്ട് ടു മൈ പ്രിസ്ക്രിപ്ഷൻസ്. എല്ലാം ശരിയാവും. 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വീണ്ടും ഒന്ന് കാണണം. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ. കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. എന്നെ കൈവിടരുത് ഡോക്ടർ, പ്ലീസ്. ഇഫ് യു ആർ പർട്ടിക്കുലർ, അഡ്മിറ്റ് ആയിക്കൊള്ളൂ. നിങ്ങളുടെ പേരെന്തെന്നാ പറഞ്ഞേ? രവിരാമകൃഷ്ണൻ. ഓ, ആരാ അവിടെ ഫോട്ടോ എടുക്കുന്നത്? ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ടാ. ഹായ് ചേട്ടൻ. കല്യാണത്തിന് ലീവ് എടുത്ത് വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര വർഷമായി, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എവിടെ നിൽക്കാണല്ലേ കൊച്ചു കള്ളൻ. ഒന്നും തോന്നല്ലേ സാറേ, പ്രേമനേശൻ തലയ്ക്ക് പിടിച്ചതാ. ആമ്പിള്ളേരെ കണ്ട ഇതാ കുഴപ്പം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. പ്രേമനൈരാശ്യം. എന്റെ പൊന്നു ചേട്ടനല്ലേ, എന്റെ ഒരു ഫോട്ടോ എടുക്കോ? എടുക്കേട്ടാ. അതെ, ഇയാളെ കെട്ടാമെന്ന് പറഞ്ഞ് പറ്റിച്ച് മുങ്ങിയ ചേട്ടൻ ഞാനല്ല. പിന്നെ ഇയാളുടെ ചേട്ടൻ അവിടെ ബാത്റൂമിൽ നിന്ന് കുളിക്കുക. ആണോ? ആ, ഇപ്പൊ ചെന്ന് കെട്ടോ? കെട്ടണമെങ്കിൽ ആദ്യം അയാളെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ കൊടുത്താൽ മതി. ഇപ്പൊ ചെന്ന് കെട്ടോ? കെട്ടും. വാ, അങ്ങോട്ട് പോ. ചേട്ടാ, ഞാനത് വിശ്വസിക്കില്ല. കള്ളം, പച്ചക്കള്ളം. എന്റെ രവിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. You are a cheat. എനിക്ക് നിങ്ങളെ കാണണ്ട. ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നോട് ഇറങ്ങിപ്പോകാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ആനിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ മുഖത്ത് ചെരുപ്പൂരി അടിക്കുമായിരുന്നു. എന്റെ എല്ലാമായ രവിയുടെ രോഗവിവരം ഇവിടെ വന്ന് പറയുമ്പോ നിങ്ങളെല്ലാവരും എന്നെ വെറുക്കുമെന്നും ആട്ടിയിറക്കുമെന്നും എനിക്കറിയാമായിരുന്നു. കുറച്ചു കാലത്തെ അടുപ്പേ ഉള്ളൂ. എങ്കിലും അങ്കിളും ആനിയും എന്തൊക്കെയോ ആരൊക്കെയോ ആണെന്ന് കരുതി ഞാൻ സ്നേഹിച്ചു പോയി. ഞാൻ സ്നേഹിക്കുന്ന ഏതാനും ജീവിതങ്ങളെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ എനിക്കത് മതി. ഒരിക്കൽ കോര പറഞ്ഞതായിരുന്നു ശരി എന്ന് ആനി മനസ്സിലാക്കുന്ന ഒരു കാലം വരും. എവിടെയാണെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിനും നന്മയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. യാത്ര പറയുന്നില്ല. നിക്കൂ. ഉം. ആനിയുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനൊപ്പം എനിക്ക് മറ്റൊന്നുമില്ല. പക്ഷേ അതിലും വലുതാണ് അവളുടെ ഭാവി.